എനിക്ക് 2-3 കാര്യം ഞാൻ സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. 3-4 ദിവസമായി കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ അറിയാതെ അങ്ങ് പ്രതികരിച്ച് പോവും. ഇങ്ങനെയുള്ള ആൾക്കാർ പ്രതികരിച്ചാലേ ശരിയാവുള്ളൂ, നമ്മളെപ്പോലെയുള്ളവർ. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പൊക്കോളും. നമ്മളെപ്പോലെയുള്ളവർ പ്രതികരിച്ചാലേ ഈ കേരളത്തിനൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ, ചെയറിലിരിക്കുന്നവർക്കും ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഞാനത് ഒരു 2 വീഡിയോ കാണിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, ഒന്ന് എടുക്കട്ടെ. ഡൽഹി പോകാൻ അവർക്ക് എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ പോലും ഇല്ലല്ലോ ഇവിടെ വരെ. കേരളത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇവരാരും പ്രതികരിക്കാത്തതില്ല. ഇത് വലിയൊരു വിഷമം തന്നെയാണ്. എത്ര നാളായി സമരം തുടങ്ങിയിട്ട്? 18 ദിവസം. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? സർക്കാർ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടുന്ന് നീറ്റിന് വരെ ഇവിടെ നിന്നുള്ള നേതാക്കൾ അങ്ങ് ഡൽഹിയിൽ വരെ പോയിട്ടും ഇവിടെ ഈ ഫ്രണ്ടിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന നമ്മൾ ഈ 18ാമത്തെ ദിവസം പോലും തിരിഞ്ഞു നോക്കാത്ത സർക്കാരാണ് ഇപ്പോൾ. നമ്മൾക്ക് രാമബാലും പഠിച്ച് നേടിയ റാങ്ക് ലിസ്റ്റുകളിൽ ഉള്ളവർക്ക് കൊടുക്കാതെ 10-50 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന സർക്കാരാണ് ഇപ്പോൾ. ഇപ്പോ CJP സമരത്തിൽ നമ്മൾ കണ്ടു, സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്ത് പുറത്ത് വരുന്നത്. അങ്ങനെ അതുപോലുള്ള സപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? സർക്കാരിൽ നിന്ന് ഉള്ളവരെങ്കിലും തിരിഞ്ഞു നോക്കണം. കാരണം ഇവിടുന്ന് ഡൽഹി പോകാൻ അവർക്ക് എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ പോലും ഇല്ലല്ലോ ഇവിടെ വരെ. പകലില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചു തന്നെയാണ് ഞങ്ങളെല്ലാവരും ഈ റാങ്ക് ലിസ്റ്റിൽ വന്നത്. ഞങ്ങളൊക്കെ ഒരു സ്വപ്നമാണ് ഈ ജോലി എന്ന് പറയുന്നത്. അപ്പം ദേശീയ തലത്തിലുള്ള ഈ ഒരു പ്രശ്നത്തിൽ ഇത്രയധികം ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, ഇത്രയും അടുത്ത് കേരളത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇവരാരും പ്രതികരിക്കാത്തതില്ല. ഇത് വലിയൊരു വിഷമം തന്നെയാണ്. ഒരുപാട് സെലിബ്രിറ്റികൾ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ടൊവിനോ തോമസ്, രഞ്ജിനി ഹരിദാസ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. നമുക്ക് അങ്ങനെയുള്ള ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കും. അത് പരിഹരിക്കാതെ ദൂരെയുള്ളതിനെ നോക്കി കാണുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ. കണ്ടോ എങ്ങനെ ഇരിക്കുന്നു? വേറെ ഒന്ന് കാണിച്ചു തരാം. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കേരള മുഖ്യമന്ത്രി VD സതീശൻ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ കഴിഞ്ഞ 21-ാം തീയതി, അതായത് 2026 ജൂലൈ 21-ാം തീയതി ഇവിടേക്കാണ് മാർച്ച് നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്കാണ് മാർച്ച് നടത്തിയത്. എന്തായിരുന്നു അവരുടെ ആവശ്യം? മാറ്റ പാർട്ടികൾ ഉന്നയിച്ച ആവശ്യം തന്നെ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക തുടങ്ങി പാർട്ടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എവിടേക്ക് മാർച്ച് നടത്തിയത്? പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. അങ്ങനെ നടത്താൻ കഴിയുമോ? തീർച്ചയായും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്താൻ കഴിയില്ല. നമ്മുടെ നിയമം പറയുന്നത് അതാണ്. പ്രധാനമന്ത്രിയുടെ വസതി എന്ന് പറയുന്നത് അതീവ സുരക്ഷാ മേഖലയാണ്. അവിടേക്ക് സമരമോ ആൾക്കൂട്ടമോ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആണോ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും VD സതീശനും DK ശിവകുമാറും അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻനിര നേതാക്കൾ അവിടേക്ക് മാർച്ച് നടത്തിയത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായി ഉയർന്ന ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത്രയും പേരും അന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള VD സതീശനും DK ശിവകുമാറും കേരളത്തിലെ എംപിമാരും മല്ലികാർജുന ഖാർഗെയും പ്രിയങ്ക ഗാന്ധി, ഇത് കുറേ ഉണ്ട്. ഇതൊക്കെ കേട്ടവരുണ്ടായിരിക്കും, കണ്ടവരും ഉണ്ടായിരിക്കും ഫേസ്ബുക്കിൽ ഇതിലൊക്കെ. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ സാറിന്? VD സതീശൻ സാർ മുഖ്യമന്ത്രിയോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ സാറിന് കേരളത്തിലെ കാര്യം നോക്കിയാൽ പോരെ? കേരളത്തിൽ എന്തോരം കാര്യം കിടക്കുന്നു ചെയ്ത് തീർക്കാനായിട്ട്. തലയ്ക്ക് മുകളിലുണ്ട് കാര്യങ്ങൾ, ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുവാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് ഈ കേരളത്തിൽ.
അതൊക്കെ കളഞ്ഞിട്ടാണ് സാറ് ഡൽഹിയിലോട്ട് പോയത്. അവിടെ നോക്കാൻ വേറെ ആൾക്കാരുണ്ട് സാർ, സാറിൻ്റെ ആവശ്യമില്ല. സാറിന് തന്ന കസേരയും സാറിന് തന്ന പിന്നെ കേരളവും ഉണ്ട് ഭരിക്കാനായിട്ട്. അപ്പോൾ അത് പോരെ സാർ നോക്കാനായിട്ട്? ഇതൊക്കെ താണ്ടി 10-18 ദിവസം കൊണ്ട് PSC പരീക്ഷ എഴുതിയവർ നല്ല റാങ്കോട് കൂടി ജയിച്ച ആ പിള്ളേർ പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ 18 ദിവസം കൊണ്ട് അവർ സമരം നടത്തുവാണ്. അപ്പോൾ ഇത്രയും അടുത്ത് കിടക്കുന്ന സാറിന് അവരെ പോയി ഒന്ന് തിരിഞ്ഞു നോക്കി അവരുടെ കാര്യങ്ങൾ പരിഹരിക്കാനൊന്നും സാറിന് വയ്യ. അവർക്ക് ജോലി ഒരുപാട് വേക്കൻസികൾ കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള അവർക്കല്ലേ അവർക്ക് ജോലി കൊടുക്കേണ്ടേ സാർ? ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പഠിച്ച കുട്ടികളല്ലേ അവർ, റാങ്കോട് കൂടി ജയിച്ചവരാണ് അവരൊക്കെ. അപ്പോൾ അവർ ഒരു ജോലിക്ക് വേണ്ടി അവർ അലയുവാണ്. ഇപ്പോൾ സാറിനെ ഞങ്ങളെപ്പോലെ ഉള്ളവർ ജയിപ്പിച്ച് സാറിനെ കൊണ്ട് കസേര ഇരുത്തി, എന്നിട്ട് ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് സമരം ചെയ്യേണ്ടി വരുന്നു. എന്താണ് സാർ ഗതികേട്? ഇത് പണ്ടുള്ളവർ കഴിഞ്ഞ ഭരിച്ചവരൊക്കെ ചെയ്യുന്നത് പോലെയാണല്ലോ ഈ ഭരണവും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റവും കാണുന്നില്ലല്ലോ സാർ. ഈ സമരമൊക്കെ നിർത്തലാക്കിക്കൂടെ? സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇനി സമരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അഥവാ ഉണ്ടായാൽ തന്നെ അവരുടെ അവകാശങ്ങൾ ചെയ്ത് അറിഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ആൾക്കാർ സമരം ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ മാസങ്ങളോളം നിരാകാരം കിടക്കുന്നു, എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. കഴിഞ്ഞ ഇതിലൊക്കെ ഭരിച്ചവരൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. അവരോട് മൈൻഡേ ചെയ്യത്തില്ല അവരെ. ആ AC-ക്കകത്തിരിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് സാറിൻ്റെയും കാര്യങ്ങൾ. അപ്പോൾ ഈ തലമുറയൊക്കെ വരുന്നവരല്ല, ഏത് പാർട്ടിക്കാർ ഭരിച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. ഞാനൊരു പാർട്ടിയുമില്ല, പക്ഷേ ആരുടെ പക്ഷത്താണ് ന്യായം അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. അത് എനിക്കും ഉള്ളതാണ്. എന്നെപ്പോലെ 100 പേരുണ്ട് ഇതുപോലെ ചൂണ്ടിക്കാണിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ കേരളം നശിച്ച് ഇതിനപ്പുറം ഞങ്ങളെ കുത്തുവാൾ എടുപ്പിക്കും നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലെ ഉള്ളവർ വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാർ ഇതൊക്കെ ചെയ്യുന്നതൊന്നും ശരിയല്ല. ഈ 18 ദിവസം കൊണ്ട് അവർ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ അവർ സമരം നടത്തുവാണ്. അല്ലെങ്കിൽ സാറിന് എത്ര ദൂരമുണ്ട്? ഒന്ന് പോയിട്ട് സാറിന് നേരിട്ട് അവരുടെ അടുത്ത് പോയിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്, നിങ്ങളുടെ ആവശ്യം എന്താണ്, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ഇതൊക്കെയല്ലേ സാർ ചെന്ന് പോയി ആ സ്പോട്ടിൽ പോയി അന്വേഷിച്ച് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പം തന്നെ സമരം അവരുടെ പരാതി എന്താണോ, അവർ ആവശ്യപ്പെടുന്ന എന്താണോ അവർക്കപ്പോൾ അത് ചെയ്തു കൊടുത്ത് അവർക്ക് അത് സമരം ഇതാക്കണം. അതാ ചെയ്യേണ്ടത്. അപ്പോൾ സാർ അത് ചെയ്യാതെ ഈ കൺവെട്ടത്ത് ഇത്രയും ഇത് ചെയ്ത് കണ്ടിട്ട് സാർ ഇത്രയും ദൂരെ കിടക്കുന്ന ഡൽഹിയിൽ പോയി അവിടുത്തെ പ്രശ്നത്തിന് വേണ്ടിയിട്ട്. ആദ്യം സാർ ഒരു ബൈബിളിലൊരു വാക്യമുണ്ട്, ദൈവം പറയുന്നുണ്ട്, നിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാനാണ് പറയുന്നത്. എന്നിട്ട് വേണം, അതായത് നിനക്ക് തന്ന നിൻ്റെ രാജ്യവും നിനക്ക് തന്ന കേരളം നിനക്കൊരു പദവി തന്നിട്ടുണ്ട്, നീ അതിൻ്റെ കാര്യം അന്വേഷിക്കുക, നീതിയും ന്യായവും നടപ്പിലാക്ക്. എന്നിട്ട് വേണം നീ മറ്റുള്ള രാജ്യത്ത് പോകേണ്ടത്. അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്ത് പോയി നമ്മൾ പറയുമ്പോഴത്തേക്ക് അവർ പറയും നിങ്ങളുടെ രാജ്യം നിങ്ങൾ സേഫാക്കി വെച്ചിട്ടുണ്ടോ, ശരിയാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാറിന് മറുപടി കാണില്ല. അപ്പോൾ അവനവൻ്റെ ആദ്യം നീതിയും ന്യായവും അന്വേഷിക്കുക, രാജ്യവും അന്വേഷിച്ചിട്ട് വേണം മറ്റുള്ളവരുടെ രാജ്യത്ത് പോയി ഇടപഴകേണ്ടത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ ഇട്ടിട്ട് കണ്ടിട്ടും കാണാത്ത മട്ടിൽ അവിടുത്തെ പ്രശ്നം തീർക്കാൻ പോയിരിക്കുകയാണ്. സാർ ആദ്യം ഇവിടുത്തെ പ്രശ്നങ്ങൾ നിർത്താൻ നോക്ക്. ഓരോരുത്തരുടെ കാര്യങ്ങൾ അവരുടെ സങ്കടങ്ങൾ ചെന്ന് ക്ഷമയോടെ നിന്ന് കേട്ട് എന്താണ് നിങ്ങളുടെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് ക്ഷമയോടെ നിന്ന് കേട്ടിട്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക സാറ്. അതിനല്ലേ ഞങ്ങളെപ്പോലെ ഉള്ളവർ നിങ്ങളെ കൊണ്ട് കസേര ഇരുത്തിയിരിക്കുന്നേ. ഞങ്ങളിങ്ങനെ ജീവിതകാലം മുഴുവനും ഞങ്ങളിങ്ങനെ സമരം ചെയ്ത് നിരാകാരം മാസങ്ങളോളം കിടന്നാൽ പോലും നിങ്ങളെപ്പോലുള്ളവർ പോയി തിരിഞ്ഞു നോക്കില്ല. അതിനൊരു പ്രതിവിധി നിങ്ങൾ ചെയ്യത്തില്ല. അവരവിടെ കിടക്കട്ടെ, ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരിക്കട്ടെ, ഞങ്ങൾ AC ഇരിക്കട്ടെ, ഞങ്ങൾ AC കാറിൽ ഞങ്ങൾ കതർ ഷർട്ടും കതറും മുണ്ടും കൊടുത്ത് ഞങ്ങളിങ്ങനെ നടക്കാം ഫംഗ്ഷനും മറ്റുള്ള കാര്യങ്ങൾക്കും. അവരവിടെ കിടന്ന് സമരം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെന്താ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഈ കാണാത്ത മട്ടി പോകുന്നത്? ഇതൊക്കെ ചെയ്യുന്ന തെറ്റല്ലേ സാർ? ഞങ്ങളെപ്പോലെ ഉള്ളവരൊക്കെ അല്ലേ നിങ്ങളെ ജയിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് സാറിനെ പോലെയുള്ള ആളിനെ ചെയറിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പദവി ചെയ്യുക, ആ ജോലി ചെയ്ത് തീർക്കുക. എന്തോരം ജോലിയുണ്ട് ഇവിടെ കേരളം മൊത്തം നന്നാക്കാൻ കിടക്കുവാണ്. ഈ അഴിമതിയെല്ലാം നിർത്തണം സാർ. ഈ അഴിമതി മൊത്തം ഇവിടെ ഭയങ്കര അഴിമതിയാണ് നടക്കുന്നത്. ഓഫീസുകളിലാവട്ടെ, എന്തിതാവട്ടെ, ഗവൺമെൻറ് പരമായിട്ടാവട്ടെ, പുറത്താകട്ടെ. ഈ 1.5 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഞാൻ തന്നെ വീടിന് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഡയറക്റ്റ് വീട് തരുന്നില്ല. എന്തുകൊണ്ടാണ്? ബ്രോക്കർമാരോട് ചോദിക്കാനാണ് പറയുന്നത്. ഈ ബ്രോക്കർമാരെയൊക്കെ നിർത്തലാക്കണം. അവർക്ക് ഞങ്ങൾ താമസിക്കുന്ന ഇപ്പോൾ ഒരു വീടിൻ്റെ വാടക 10 രൂപയാണെങ്കിൽ അല്ലെങ്കിൽ 15 രൂപയാണെങ്കിൽ ആ 15 രൂപ ഒരു മാസത്തെ വാടക അവർക്ക് കൊടുത്താലേ ഞങ്ങൾക്ക് വീട് തരത്തുള്ളൂ. പണ്ട് കാലങ്ങളിലൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. ഡയറക്റ്റ്
ഡയറക്റ്റാണ് ഓണറും താമസിക്കുന്നവർ ഡയറക്റ്റാണ് വീട് അന്വേഷിച്ച് പോകുമ്പോൾ അവർ വീട് തരുന്നത്. ഇപ്പം അങ്ങനെയല്ല, കുറേ ബ്രോക്കർമാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നിർത്തലാക്കണം. അവർക്ക് നല്ല കൈക്കും കാലിനും ആരോഗ്യമുണ്ട് സാർ. ഇതൊക്കെ ഇവിടെ നിർത്തലാക്കണം. ഭയങ്കര അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. കൊള്ളയടിക്കുവാണ് മനുഷ്യനെ. എങ്ങനെ ജോലിക്കും കൂലിക്കും പോകാതെ എങ്ങനെ സുഖമായിട്ടിരുന്ന് പണം സമ്പാദിച്ച് ഇങ്ങനെ ഉള്ളവരെ ദ്രോഹിച്ച് എങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ അങ്ങനെ നടക്കുന്നു. കുറേ ഓഫീസുകളിൽ കൊള്ളയടിക്കുന്നു, കൈക്കൂലി വാങ്ങിക്കുന്നു. ഇതെല്ലാം നിർത്തലാക്കണം. ജനങ്ങളെ ഇനി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇനി സമരവും നിരാകാരവും ആരും കിടക്കാൻ പാടില്ല. സാർ ആ ചെയറിലിരിക്കും കാലം വരെ. സാർ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്ക്. അഥവാ വന്നാൽ തന്നെ അറിഞ്ഞാൽ തന്നെ ആ സ്പോട്ടിൽ ആ സാർ അവിടെ എത്തണം. ആളെ വിട്ട് അന്വേഷിക്കുകയല്ല ചെയ്യേണ്ടത്. സാറ് ഡയറക്റ്റ് തന്നെ പോകണം. എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും കാര്യം അപ്പോഴും തന്നെ അവരുടെ കാര്യങ്ങൾ ക്ഷമയോടെ നിന്ന് കേട്ട് അവർക്ക് ചെയ്തു കൊടുക്കുക സാർ. അതില്ലേ ചെയ്യേണ്ടത്. ഇന്ന് വിജയ് അങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സാർ. ഓരോടത്ത് കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ആ സ്പോട്ടിലെത്തുവാണ്. ഇപ്പോൾ ഒരു ഹോസ്റ്റലിലാവട്ടെ, ഒരു കോളേജിലാവട്ടെ, ഒരു ഹോസ്പിറ്റലിലാവട്ടെ, ഒരു ഓഫീസിലാവട്ടെ, പിന്നെ ആൾക്കാർ താമസിക്കുന്ന തെരുവീഥികളിലാവട്ടെ, എവിടെയാണെങ്കിലും ആ സ്പോട്ടിൽ പിന്നെ വിജയ് എത്തുവാണ്. എന്നിട്ട് ക്ഷമയോടെ അവരുടെ കാര്യങ്ങൾ പരാതികൾ നിന്ന് കേൾക്കുന്നു. സാറും കാണുന്നില്ലേ വീഡിയോയിലൊക്കെ, ഫേസ്ബുക്കിലൊക്കെ ആ രംഗങ്ങൾ. ആ ക്ഷമയോടെ നിന്ന് കേട്ടിട്ട് അതിൻ്റെ വേണ്ട നടപടികൾ എടുക്കുവാണ്. അപ്പോൾ അതുപോലെ സാറിന് ചെയ്തുകൂടെ? സാറ് ഞാൻ പറഞ്ഞതുപോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, സാറ് രാവിലെ ഡെയിലി ഇറങ്ങിത്തിരിക്ക്. ജനങ്ങളുടെ പരാതികൾ, അവരുടെ വിഷമങ്ങൾ കേട്ടറിഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക് സാർ. അതിനല്ലേ സാറിന് അവിടെ ചേറി ഇരുത്തിയിരിക്കുന്നത്. അല്ലാതെ കാണാനൊന്നും അല്ലല്ലോ. ഞങ്ങൾ ഇനി ജീവിതകാലം മുഴുവനും ഇങ്ങനെ കിടന്ന് ഞങ്ങൾ പണ്ടത്തെ പോലെ തന്നെ ഇങ്ങനെ ഇതാകണം. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല സാർ. ഞങ്ങളെപ്പോലെയുള്ള കുറേ പേരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ദൈവം ഇറക്കുന്നതാണ് ഞങ്ങളെ. ഞങ്ങൾക്ക് അതിനുള്ള തൻ്റെ ഇടം തരുന്നതാണ് സംസാരിക്കാനായിട്ട്. കാരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്. നിങ്ങളത് ചെയ്തു കൊടുക്കാത്തത് കൊണ്ടാണ് അവരിന്ന് സമരം നടത്തുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ. കാരണം കരഞ്ഞ് വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ, എങ്കിലേ നിങ്ങൾ തരത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ അറിഞ്ഞൊന്നും കൊണ്ട് കൊടുക്കൂലല്ലോ. അതിന് നല്ല മനസ്സ് വേണം. വിജയിനെ പോലെ നല്ല മനസ്സ് വേണം അറിഞ്ഞ് ചെയ്യുന്നത്. ഓരോ മക്കളുടെയും കഷ്ടപ്പാട് കണ്ട് അറിഞ്ഞ് ചെയ്യുവാണ് വിജയ്. അതിന് അങ്ങനെ ഒരു മനസ്സ്, അതുപോലെ ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം. എങ്കിൽ ആരും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്ന് സമരത്തിനിരിക്കില്ല. ഓരോ വീട് തോറും, ഓരോ ഏരിയ തോറും സാറ് തന്നെ ഇറങ്ങി ചെല്ലുക. ഓരോ സ്ഥാപനങ്ങളിൽ ചെന്നിറങ്ങുക, ഓരോ ഹോസ്പിറ്റലിൽ ചെന്നിറങ്ങുക, അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുക. എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്, ഞാൻ എന്ത് നിങ്ങൾക്ക് ചെയ്തു തരണം, ഞാൻ നിങ്ങളുടെ ജോലിക്കാരനാണ്, ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തു തരേണ്ടത്, നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറ്റുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് പറയണം സാർ. അതല്ലേ സാറിൻ്റെ ഡ്യൂട്ടി. അല്ലാതെ ഇവിടുത്തെ മൊത്തം ഇട്ടിട്ടാണ് സാർ അങ്ങ് ഡൽഹിയിൽ പോകണം. ഇതൊക്കെ കാണിക്കുന്നത് ശരിയാണോ സാർ ചെയ്യുന്നതൊക്കെ? ഞങ്ങളെപ്പോലെ ഉള്ളവർ പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാവില്ല സാർ. ഞങ്ങളെ ഇടിച്ച് താഴ്ത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ നാട് ഞങ്ങൾക്ക് നന്നാക്കണം. ഞങ്ങൾക്ക് നശിക്കാൻ വയ്യ. ഞങ്ങൾക്കൊരു പുതിയ കേരളമായി കിട്ടണം. തമിഴ്നാട് പോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടണം. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ ഉള്ളവർ ഇങ്ങനെ സംസാരിക്കുന്നത് സാർ. അതുകൊണ്ട് സാർ ഈ പറഞ്ഞതുപോലെ സാറിന് ഈ ഡൽഹി പോയി ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. സാറിന് ഇതിൻ്റെ ആവശ്യമല്ലേ ഉണ്ടായിരുന്നോ? ഇവിടെ സാറിനൊരു ചെയർ തന്നു. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാണ് സാറിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിന് പകരം ഇവിടെ ഉള്ളവരെന്ത് മനുഷ്യരല്ലേ? അവിടെ ഉള്ളവർ മാത്രമാണോ മനുഷ്യർ? ഇത് ആരെ കാണിക്കാനാണ് സാർ അവിടെ പോയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അത് ഇവിടെ പരിഹരിക്ക്. ഇവിടെ ഉള്ളവരെ രക്ഷിക്കാൻ നോക്ക്. ഈ അഴിമതിയിൽ നിന്നൊക്കെ അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പഠിച്ച് കഷ്ടപ്പെട്ട് ഇട്ടാണ് അത്രയും റാങ്കോടെ കൂടി അവർ വന്ന് അവിടെ സമരം ചെയ്യുന്നത്. അവർക്കൊരു ജോലിയില്ല, ഗവൺമെൻറ് ജോലിയില്ല. എത്രയോ ജോലികൾ അവിടെ ഉണ്ട്, ഒഴിവുകളുണ്ട്. തൊഴിൽ കൊടുക്കുക. ഇന്ന് പഠിച്ച ആർക്കിന്ന് ജോലികളില്ല. എല്ലാവരും പഠിച്ച് അലഞ്ഞ് തിരിഞ്ഞ് കൂലിപ്പണിക്കൊക്കെയാണ് പോകണത് ഇന്നത്തെ കുട്ടികൾ. സാറ് കുറേയൊക്കെ പറയുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ വാർത്തയിലൊക്കെ കേൾക്കുന്നുണ്ട്. സാറ് കുറേ പറയുന്നുണ്ട് കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു. ഈ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സാർ. എല്ലാവരും ഈ കയറുന്നവരെല്ലാം കയറുന്നത് ഇങ്ങനെയൊക്കെ കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കും. പക്ഷെ അതൊന്നും നടപ്പിലാക്കുന്നില്ല. അന്ന് ചെയ്തവരെ പോലെയാണോ സാറ് ഈ ചെയ്യുന്നത്? പറഞ്ഞാൽ പോരാ സാർ, ആ സെക്കൻഡിൽ ചെയ്യണം. ഇനി വച്ച് താമസിപ്പിക്കാൻ പറ്റില്ല സാർ. ആ സെക്കൻഡിൽ പറയുന്ന കാര്യങ്ങൾ ആ സെക്കൻഡിൽ തന്നെ ചെയ്തു കൊടുക്കുക. പറഞ്ഞാൽ പോരെ, പ്രവർത്തിച്ച് വേണം കാണിക്കേണ്ടത്. അതാ ചെയ്യേണ്ടത്. അപ്പോഴേ ജനങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ സാറിനെ കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുമെന്ന്. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ തന്നെ വിജയ് ഓരോ കാര്യങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിനാണ് ജനങ്ങൾ പോലും ഞെട്ടിപ്പോണു. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൊണ്ട് വരുമ്പോഴത്തേക്ക് അവർ പോലും സ്വപ്നത്തിൽ കാണുന്നില്ല വിജയുടെ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അതുപോലെ സാറിന് ചെയ്തുകൂടെ? ജനങ്ങളെ ഞെട്ടിക്കണം.
മനസ്സിലായോ? അപ്പോൾ അതുപോലെ പറഞ്ഞ സാർ. അപ്പോൾ അതുകൊണ്ട് അത്രയും വിഷമം ഉള്ളതുകൊണ്ടാണ്. കാരണം അതുങ്ങളുടെ വിഷമം നമുക്ക് നമ്മളെപ്പോലെ ഉള്ളവർക്ക് ചിലവർ കണ്ടിരിക്കും, ഇതിന് പ്രതികരിക്കാതെ ഇരിക്കുന്ന മനുഷ്യരും ഉണ്ട്. പക്ഷെ നമ്മളെപ്പോലെയുള്ള ഒരുപാട് പേര് ഇത് പ്രതികരിക്കുന്നുണ്ട്. കാരണം അല്ലാതെ ശരിയാവില്ല സാർ. ഞങ്ങളെപ്പോലെ ഉള്ളവർ പ്രതികരിച്ചാലേ ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഞങ്ങളെ മുമ്പ് കയറിയവരൊക്കെ ഞങ്ങളെ അത്രത്തോളം താഴ്ത്തി, ഞങ്ങളെ അത്രത്തോളം നശിപ്പിച്ച് വെച്ചിരിക്കുക. ഊറ്റി മനുഷ്യന് കൂലിപ്പണിക്ക് പോകുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്ന് വില കയറ്റി ഞങ്ങൾക്ക് കഴിക്കണമെങ്കിൽ കൊള്ള വിലകളാണ്. ഇനിയിപ്പോൾ അടുത്ത് വരുന്നുണ്ട് വിലകൾ. ഇനി വില കയറ്റം നിങ്ങൾ വില കയറ്റും. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കറണ്ട് കട്ട് പവർ കട്ടില്ലായിരുന്നു. വീണ്ടും നിങ്ങൾ കയറിയ ഉടനെ തന്നെ പവർ കട്ട് വന്നു. ഇപ്പോൾ ആരൊക്കെയോ കംപ്ലൈൻറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പവർ കട്ടില്ലാതെ ഇരിക്കുന്നത്. ഇതൊക്കെ എന്താണ് സാർ ഇങ്ങനെയൊക്കെ? മനുഷ്യരെ ദ്രോഹിക്കുക തന്നെ നിങ്ങളുടെയൊക്കെ ഉദ്ദേശങ്ങൾ. അതൊന്നും ഇനി നടക്കത്തില്ല സാർ. സാറിനെ കൊണ്ട് പറ്റുന്നത് സാറ് ചെയ്യുക. ഈ കേരളം നന്നാക്കാൻ നോക്കുക. തമിഴ്നാട് പോലെ അഴിമതികൾ നിർത്തുക. ഈ ബ്രോക്കർ അതുപോലെ തന്നെ വാടകകൾ കുറയ്ക്കുക. വാടകകൾ പല വീടുകൾ സ്വന്തമായിട്ടില്ലാത്തവർക്കൊക്കെ വാടക കൊടുക്കേണ്ട നിവൃത്തി പോലും ഇല്ല. കൂലിപ്പണി ചെയ്തൊക്കെയാണ് പലരും ഇതാക്കുന്നത്. വാടകകൾ കുറയ്ക്കുക. ഞങ്ങളെപ്പോലുള്ളവർ ജീവിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാറിന് ചെയ്യാൻ കിടക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. ഓരോന്നായിട്ട് ചെയ്തു വരിക. അത് വെച്ച് താമസിപ്പിക്കരുത്. ഒരു കാര്യം ചെയ്യണമെങ്കിൽ 2 വർഷം പിടിക്കും. അത് പണ്ടത്തെ കാലമൊന്നുമല്ല സാർ. ഇപ്പോഴൊക്കെ എല്ലാം ഉടനെ ചെയ്യാൻ നോക്കണം. ആ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പിണറായി സർക്കാർ ഇരുന്ന് അങ്ങനെ മറ്റുള്ളവർ ഭരിച്ച് അവർ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തുകൊണ്ട് പോയി. പക്ഷേ ഇനി ജനങ്ങളുടെ പണം ആരും തിന്നണ്ട. ഇനി ആരും കൊള്ളയടിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തുമില്ല. ഇനി ഞങ്ങളെല്ലാം മുന്നിട്ട് തന്നെ ഇറങ്ങിയിരിക്കുന്നത്. ആരെ കൊണ്ടും പറ്റിയില്ലെങ്കിൽ വിജയ് തന്നെ ഇത് ഏറ്റെടുക്കട്ടെ, കേരളം കൂടെ ഭരിക്കാൻ. ഇപ്പം ജനങ്ങളെല്ലാം ഒന്നടങ്കം അത് തന്നെയാണ് പറയുന്നത്. അതിനൊരു സംശയമില്ല. സാർ ഇറങ്ങി തിരിച്ച് ജനങ്ങളുടെ ഇടയിൽ വന്ന് സംസാരിക്കുമ്പോൾ അറിയാം ഓരോ ജനങ്ങളുടെ മനസ്സിലിരിപ്പ്. അവർ പറയും, ഇതുപോലെ തന്നെ പറയും, ഞങ്ങൾക്ക് വിജയെ പോലെ ഒരാളെ ഞങ്ങൾക്ക് വേണമെന്ന് അവർ പറഞ്ഞിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് സാർ ഈ സമരപ്പന്തലിൽ സാർ അത് നേരിട്ട് തന്നെ പോയി അതെന്താണെന്ന് വെച്ചാൽ ഇനി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. അവർക്ക് ജോലി കൊടുക്കുക, ഗവൺമെൻറ് ജോലികൾ കൊടുക്കുക. അതുപോലെ തന്നെ ഇനി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ആരെ ഇനി സമരം നടത്താനോ നിരാകരം കിടക്കാനോ പണ്ടത്തെ പോലെയൊന്നും ഇനി സാർ അനുവദിക്കരുത്. അഥവാ അവർ വന്ന ആ സ്പോട്ടിൽ സാറ് പോയി അവരുടെ കാര്യങ്ങൾ ഇറങ്ങിച്ചെന്ന് അവരുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക സാറ്. അതുപോലെ ഡെയിലി രാവിലെ തോറും സാർ എല്ലാവരുടെ പോയി എല്ലാവരുടെ പരാതികളും എല്ലാവരുടെ വിഷമങ്ങളും എന്തൊക്കെ കുറവുകളുണ്ടാവും അതൊക്കെ അവർക്ക് നികത്തി കൊടുക്കുക. പറഞ്ഞാൽ മാത്രം പോരാ, പ്രവർത്തിച്ച് കാണിക്കും സാർ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് കുറച്ചും കൂടെ പറയാനുണ്ട് സാർ. എനിക്ക് അതിന് സമയമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും ഇതുപോലെയൊക്കെ കിട്ടുവാണെങ്കിൽ സംസാരിക്കാം. അങ്ങനെയൊക്കെ പറ്റുള്ളൂ സാർ. നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. സത്യം കണ്ടാൽ ഞാൻ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിച്ചിരിക്കാൻ പറ്റില്ല സാർ. 2 വാക്കെങ്കിലും പറയാൻ തോന്നും ഇങ്ങനെയുള്ളവർക്ക്. അതുകൊണ്ടാണ് സാർ സംസാരിക്കുന്നത്. അതുകൊണ്ട് സാർ നല്ല രീതിയിൽ ആലോചിച്ച് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നോക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നോക്കുക. ഞങ്ങൾ സാറിനെ വിശ്വസിച്ചാണ് ആ ചെയർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ സാർ.